ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ വ്ളോഗ് ആട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. ഇന്നാണെങ്കിലോ പൊന്നു വീട്ടിൽ വരുന്ന ദിവസം ആയതുകൊണ്ട് റൂമൊക്കെ ഒന്ന് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും നോക്കില്ല, വേഗം എണീറ്റിട്ട് നമ്മളെ പരിപാടികളൊക്കെ കണ്ടു തുടങ്ങി. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതിരി കണ്ണാടിന്റെ മുമ്പിൽ വന്നിട്ട് കുറച്ച് സ്റ്റൈല് നോക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. പൊന്നില്ലാത്ത കോലം എന്തായാലും റൂമിൽ കാണാണ്ട് ഓരോരോ മൂലക്ക് ഓരോരോ സാധനങ്ങളാവും. അങ്ങനെ ഗൈസ് പിന്നെ നേരെ ചായ കുടിക്കാൻ പോയി. ഉമ്മ ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല വെള്ളപ്പവും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് വെള്ളപ്പവും ചട്നിയൊക്കെ കഴിച്ചു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമുക്ക് നമ്മളെ പണി നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ റൂമത്തെ പണികളൊക്കെ ഷടപടേന്ന് കഴിച്ചു. പിന്നെ ഞമ്മക്ക് ഇതൊന്നും ഇപ്പൊ പുത്തിരിയുള്ള കാര്യമില്ലല്ലോ. അല്ല പിന്നെ നമുക്ക് തിരൂര് കൊറിയർ ഓഫീസിലൊന്ന് പോവാണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കുളി നാനൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് തിരൂര് പോകാൻ വേണ്ടി നിൽക്കാട്ടോ ഗൈസ്. നമ്മളെ കാണാൻ എങ്ങനെയുണ്ട്, മൊഞ്ചയിക്കണ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ തിരൂർക്ക് അങ്ങോട്ട് വിട്ടു. അപ്പൊ ഇതാണ് ഗൈസ് നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം കേട്ടോ. ഇതൊരു അലാക്കിന്റെ ഒരു വലിയ പെട്ടിയിരുന്നു, പക്ഷെ ഞാൻ ഇത്രക്കും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇതിനെ പറ്റിയിട്ട് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്ന കേട്ടോ. പിന്നെ ഗൈസ് ഈ ഒരു പെട്ടി കണ്ടപ്പോ പൊന്നൂനെ കൊണ്ടുവരേണ്ട കാര്യം ഞാൻ അങ്ങ് മറന്നു. ഞാൻ മാത്രല്ല കേട്ടോ ഗൈസ് പൊന്നൂന്റെ വീട്ടിലേക്ക് പോണത് ഇമ്മിയും പെങ്ങളും താത്തിയും കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവര് വരുന്ന കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഓൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതാ പൊന്നൂന്റെ വീട്ടിലെത്തിട്ടോ. സെബ ആണെന്നുണ്ടെങ്കിലും നല്ല ഉറക്കായിരുന്നു. ഉറക്കത്തുനിന്ന് എണീപ്പിച്ച് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് ഒടുക്കത്തെ കിറുക്കായിരുന്നു കേട്ടോ. നമ്മളെ കണ്ടപ്പോ പൊന്നൂന്റെ മുഖത്തുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്ര സന്തോഷമാണ്. പിന്നെ ഗൈസ് ഈ ഒരു ചിറിയിലാട്ടോ ഞാൻ വീണത്. പിന്നെ ആളെ കിറുക്കൊക്കെ മാറി ആളൊന്ന് ഹാപ്പി ആവാൻ തുടങ്ങി. പിന്നെ പൊന്നൂന്റെ സ്പെഷ്യൽ മുന്തിരി ജ്യൂസ് ഒക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഇവര് രണ്ടാളോട് ചിരിക്കാൻ പറഞ്ഞപ്പോ ഓരാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ചിറിയും. മിന്നൂനോട് ഒരു ക്യൂട്ട്നെസ് ഇടാൻ പറഞ്ഞപ്പോ ഓളാണെന്നുണ്ടെങ്കിൽ ക്യൂട്ട്നെസ് വാരി വെതറാണ്. റബക്കാണെങ്കിലോ ഇന്നങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇന്ന മതി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പൊന്നു വിളിക്കുന്നുണ്ട്, വരി ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട്. പോയൊക്കെയപ്പോ പൊന്നൂന്റെ സ്പെഷ്യല് പഴംപൊരിയും ബ്രെഡ് പൊരിച്ചതും. പിന്നെ ഒന്നും നോക്കിയില്ല, അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങി. പൊന്നാനി എത്തിയപ്പോ പൊന്നു പറഞ്ഞു നമുക്ക് പൊന്നാനി ഹാർബർ കാണാൻ പോവാന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, പൊന്നൊരു ആഗ്രഹം പറഞ്ഞല്ലേ, അങ്ങനെ നേരെ പൊന്നാനി ഹാർബർ. ഇവിടെ വന്നപ്പോ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മത്തിന്റെ ചാക. ഇതൊക്കെ കൂടെ കണ്ടപ്പോ ഉമ്മാന്റെ സന്തോഷം അതൊന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യം തന്നെ. ഉമ്മാക്ക് മാത്രല്ല എല്ലാവർക്കും ഒരേ സന്തോഷം. സെബക്ക് അതിലേറെ സന്തോഷം. പിന്നെ ഞങ്ങൾ എല്ലാവരും പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നേരെ മീൻ വാങ്ങാൻ പോയി. ഇത്ര മീനൊക്കെ കൂടെ കണ്ടപ്പോ പിന്നെ ഉമ്മാക്ക് പിന്നെ മീൻ ഇല്ലാതെ പെരേക്ക് പോകാൻ വെച്ചു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളൊരു 3 കീസ മീനും വാങ്ങി. ഈ 3 കീസ മീൻ വാങ്ങിയപ്പോ ഉമ്മാന്റെ മുഖത്തുള്ള സന്തോഷം അതൊന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഉമ്മാക്ക് ലോട്ടറി അടിച്ച മാതിരിണ്ട്. പിന്നെ നേരെ പെങ്ങളെ വീട്ടിൽ പോയി അവിടെ വണ്ടി ഇട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി ഗൈസ്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.